നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് തകർച്ചയിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരാമെന്നാണ്. നമ്മൾ മനുഷ്യന്മാർക്ക് പല രീതിയിലുള്ള തകർച്ചകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ തകർച്ചയിൽ പലപ്പോഴും നമ്മൾ പതറിപ്പോകാറുമുണ്ട്. എന്നാൽ ആ തകർച്ചയിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുന്ന 3 നിയമങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാം. ഓരോ പരാജയത്തിലും ഒരു പ്രത്യേക നിയമമുണ്ട്. ഈ ലോകം മുഴുവൻ നിങ്ങളെ നോക്കി അയാൾ തീർന്നുവെന്ന് വിധിയെഴുതുന്ന ഒരു നിമിഷം നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ മറന്നു കഴിഞ്ഞിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾ പോലും നിങ്ങളെക്കുറിച്ച് ഒരു ഭൂതകാലം പോലെ സംസാരിച്ചു തുടങ്ങും. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ അവസാനം അല്ലെങ്കിൽ ഈ പൂജ്യം എന്നത് നിങ്ങളുടെ ശവക്കുഴിയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. ഈ ലോകത്തിൽ വിജയിച്ച മനുഷ്യർ പരാജയങ്ങളെ അതിജീവിച്ചത് അവർ നിങ്ങളെക്കാൾ ശക്തരായതുകൊണ്ടല്ല. അതിന് പിന്നിൽ ഒരു കൃത്യമായ മനഃശാസ്ത്രമുണ്ട്. തകർച്ചകളെ തങ്ങൾക്ക് അനുകൂലമായ ആയുധമാക്കി മാറ്റുന്ന ഒരു സീക്രട്ട് ഫോർമുല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ തിരിച്ചറിവിന്റെ രഹസ്യത്തെക്കുറിച്ചാണ്, ആ സീക്രട്ട് ഫോർമുലയെക്കുറിച്ചാണ്. ദി ആർക്കിടെക്ചർ ഓഫ് എ കംബാക്ക്. നമുക്ക് എന്തെങ്കിലും ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ അത് ബിസിനസ് പരമാവാം, ജോലിപരമാവാം, അല്ലെങ്കിൽ വ്യക്തിപരമാവാം, നമ്മുടെ മനസ്സ് വളരെ അപകടകരമായ ഒരു കാര്യം ചെയ്യും. നമ്മൾ സംഭവിച്ച പ്രശ്നത്തെ നമ്മുടെ സ്വഭാവമായി കൂട്ടിമുട്ടിക്കും. അതായത്, എനിക്ക് പണം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാനൊരു പരാജയമാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും. കുറച്ച് സയന്റിഫിക് ആയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനലൈസ് പെർമനൻസ്. അതായത്, ഇപ്പോൾ കാര്യങ്ങൾ മോശമായതുകൊണ്ട് അത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തെറ്റായ ചിന്ത. എന്നാൽ ബുദ്ധിമാനായ ഒരു വ്യക്തി പരാജയത്തെ ഒരിക്കലും തൻ്റെ ജീവിത വിജയത്തിനുള്ള ഒരു അടഞ്ഞ പുസ്തകമായി കാണില്ല, മറിച്ച് അടുത്ത നീക്കത്തിന് വേണ്ടിയുള്ള ഒരു ഫുൾ സ്റ്റോപ്പ് മാത്രമാണെന്ന് വിചാരിക്കും. ഇതിന് അനുയോജ്യമായ ഒരു കഥ കൂടി പറയാം. നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലേക്കൊന്ന് നോക്കൂ. വർഷം 1997. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ടെക് കമ്പനി വെറും 90 ദിവസത്തിൽ പൂർണ്ണമായും തകർന്നു പോകുന്ന അവസ്ഥയിലായിരുന്നു. എല്ലാവരും പറഞ്ഞു ഇനി അവർക്ക് ഒരു തിരിച്ചുവരവില്ല. പ്രൊഡക്റ്റുകൾ മോശമായിരുന്നു. കമ്പനിക്കുള്ളിൽ രാഷ്ട്രീയം മാത്രമായിരുന്നു. ജനങ്ങൾക്ക് കമ്പനിയിൽ മേൽ ഒരു വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ആ സമയത്ത് നേതൃസ്ഥാനത്തേക്ക് ഒരു വ്യക്തി എത്തുന്നു. കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാം ഒന്നിച്ചു ചെയ്യാൻ തീരുമാനിച്ചില്ല. പകരം അദ്ദേഹം വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്തു. കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ഒറ്റയടിക്ക് നിർത്തിവെച്ചു. എന്നിട്ട് ഒരു ദിവസവും കൂടി ഇടവേള എടുത്തു. അടുത്ത ദിവസം ഓരോ ദിവസവും വെച്ച് 1% വെച്ച് ആ കമ്പനിയുടെ പ്രവർത്തനത്തിൽ മാറ്റം കൊണ്ടുവരാൻ തുടങ്ങി. ഒടുവിൽ 90 ദിവസത്തിനുള്ളിൽ പൂട്ടുമെന്ന് വിധി എഴുതിയ കമ്പനി പുനർജനിച്ചു തുടങ്ങി. ജനങ്ങളുടെ വിശ്വാസം അത് നേടിയെടുക്കാൻ തുടങ്ങി. അവിടെ നേതൃസ്ഥാനത്തിലേക്ക് വന്ന ആ വ്യക്തിയാണ് ആ കമ്പനിക്ക് ജീവൻ നൽകിയത്. മറ്റു വ്യക്തികൾ ചിന്തിച്ചതുപോലെ അദ്ദേഹം ആ കമ്പനി പൂട്ടിക്കെട്ടണമെന്നോ, അല്ലെങ്കിൽ ആ കമ്പനി പരാജയത്തിലാണെന്നോ, ആ കമ്പനി നഷ്ടത്തിലാണെന്നോ ഒന്നും ചിന്തിച്ചില്ല. പകരം അതിനെയെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് പ്രവർത്തിച്ചു. ആ പ്രവൃത്തിയുടെ ഫലമായി ആ കമ്പനിക്ക് പുതിയ ജീവൻ കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞ പരാജയമൊന്നും പുതിയ വ്യക്തിയെ ബാധിച്ചില്ല. അത് തന്നെ. എന്നാൽ തങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടുവാണെന്ന് എല്ലാവരും നോക്കുകുത്തികളെ പോലെ നോക്കി നിന്നപ്പോൾ ആ വ്യക്തി മാത്രം എടുത്ത ഒരൊറ്റ തീരുമാനത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അഹങ്കാരി എന്ന് പോലും വിളിച്ചു.
നശിക്കാൻ പോകുന്ന കമ്പനിയെ നീ എങ്ങനെയാണ് കൈകൊട്ടി ഉയർത്തുക എന്ന് എല്ലാവരും ചോദിച്ചു. അദ്ദേഹം ഒരു അക്ഷരം പോലും മിണ്ടാതെ നിന്നിട്ട് 90ാമത്തെ ദിവസം ആ കമ്പനിയുടെ നിലവിലുള്ള പ്രവർത്തനങ്ങളിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന് ആ കമ്പനിക്ക് പുതിയൊരു ജീവൻ നൽകി. ഒടുവിൽ അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചു ഞാൻ എന്താണ് ഇവിടെ കാണിക്കുന്നതെന്ന്, ഞാൻ അഹങ്കാരിയാണെന്ന്. ഞാൻ നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് പോലും ശ്രദ്ധിച്ചില്ല. അത് തന്നെയാണ് ഈ കമ്പനിയുടെ വിജയവും. ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് തോൽവികളിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ തോൽവികളിൽ പതറുന്ന നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത്. ഇനി ഞാൻ ആ 3 നിയമങ്ങൾ പറയാം. നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട 3 പ്രധാന നിയമങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. 1ാമത്തെ നിയമം, ഐസൊലേറ്റ് ദി വേരിയബിൾ. എൻ്റെ ജീവിതം മുഴുവൻ തകർന്നു എന്ന് പറയരുത്. ഇവിടെയാണ് കൃത്യമായി തെറ്റ് പറ്റിയതെന്ന് കണ്ടെത്തുക. അതായത് പ്ലാനിങ്ങിലാണോ, സമയത്തിലാണോ, അതോ തെറ്റായ തീരുമാനങ്ങളിലാണോ? ആ ഒരു പ്രശ്നത്തെ മാത്രം മാറ്റുക, അല്ലാതെ ജീവിതം മുഴുവനായി ഉപേക്ഷിക്കരുത്. എംബേഴ്സ് സ്ട്രാറ്റജിക് ശ്രിങ്കേജ്. ഇതാണ് 2ാമത്തെ നിയമം. പറയാൻ ആളിച്ചിരി കട്ടിയാണെങ്കിലും ആൾ സിമ്പിളാണ്. കൂടുതൽ ഉയരത്തിലേക്ക് വളരണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആദ്യം ചെറുതാകേണ്ടി വരും. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, മോശശീലങ്ങൾ, നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന സൗഹൃദങ്ങൾ, ഇവയെല്ലാം മുറിച്ചു മാറ്റുക. ഒരു ദുർബലമായ അടിത്തറയിൽ നിങ്ങൾക്ക് വലിയൊരു കൊട്ടാരം പണിയാൻ കഴിയില്ല. 3ാമത്തതും അവസാനത്തതുമായ നിയമം, ചെറിയ ലക്ഷ്യങ്ങൾ, വേഗതയേറിയ നീക്കങ്ങൾ. നിങ്ങൾ താഴെ വീണ് കിടക്കുമ്പോൾ ഒറ്റയടിക്ക് സിക്സർ അടിക്കാൻ ശ്രമിക്കരുത്. പകരം ചെറിയ ചെറിയ വിജയങ്ങൾ നേടാൻ നോക്കുക. ചെറിയൊരു മാറ്റം പോലും നിങ്ങളുടെ തലച്ചോറിന് വലിയൊരു ആത്മവിശ്വാസം നൽകും. ചരിത്രത്തിൽ നമ്മൾ ഓർത്തു വെച്ചിട്ടുള്ള ഒരു വിജയകഥയും വളരെ എളുപ്പത്തിൽ ഉണ്ടായതല്ല. തുടക്കം മുതൽ ഒടുക്കം വരെ ജയിച്ചു മാത്രം മുന്നേറിയ ഒരാളും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുമില്ല. ചരിത്രം ഓർക്കുന്നത് തകർച്ചയുടെ ഏറ്റവും അറ്റം നിന്നിട്ടും ലോകം മുഴുവൻ തള്ളി പറഞ്ഞിട്ടും ഒരു ദീർഘശ്വാസമെടുത്ത് ഇനി എൻ്റെ ഊഴമാണ് എന്ന് പറഞ്ഞു പോരാടിയ മനുഷ്യരെ മാത്രമാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പരാജയം നിങ്ങളുടെ ജീവിതത്തിലെ പുസ്തകത്തിലെ അവസാനത്തെ പേജല്ല, മറിച്ച് ഈ കഥയെ കൂടുതൽ മനോഹരമാക്കാൻ പോകുന്ന ഒരു ചെറിയ വഴിത്തിരിവ് മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരിച്ചറിവ് ഇന്ന് തന്നെ ആരംഭിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇന്ന് തന്നെ ആരംഭിക്കട്ടെ. തോൽവികളിൽ പതറിയിരിക്കുന്നവരാണെങ്കിൽ ഇനിയും മുന്നോട്ട്, ഓരോ ദിവസവും മുന്നോട്ട്. തോൽവിയല്ല വേണ്ടത്, വിജയമാണ് വേണ്ടത്. ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. ചിറക് വിരിച്ച് പറക്കാൻ സമയമായി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.